ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കിച്ചണിൽ നിന്നാണ്. മാവൊക്കെ അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇതിന്റെ സ്പെഷ്യലിസ്റ്റ് നമ്മുടെ അഞ്ചു ആണ്. മിക്ക വീഡിയോസിലും നിങ്ങളുടെ അടുത്ത് പറയുന്നതാണ് നമ്മുടെ മാവാട്ടി അഞ്ചു ആണ്. അപ്പം നമ്മുടെ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ഇഡ്ലി ചെമ്പിൽ ഒരു സെറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇഡ്ലി. അമ്മയും അച്ഛനും അമ്പലത്തിൽ പോയിരിക്കുകയാണ്. അവര് നിങ്ങളെ അമ്മയുടെ ബർത്ത്ഡേ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതിന് മുന്നേ എടുത്തൊരു ബ്ലോഗ് ആയിരുന്നു കേട്ടോ. ഇതിപ്പം അമ്മ പിറന്നാൾ ദിവസം അമ്പലത്തിൽ പോയതായിരുന്നു. അപ്പം ഞാൻ ചായയിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര സംഭവങ്ങളിടാണ്. പിന്നെ നമ്മുടെ ഇന്നത്തെ ഐറ്റം ഏലക്ക. എന്നോട് ഒത്തിരി പേര് പറഞ്ഞു ഏലക്ക യൂസ് ചെയ്യേണ്ട എന്നും, എന്തോ ഒരു ബ്ലഡിൻ്റെ എന്തോ കുറയ്ക്കുന്ന എന്തോ സംതിങ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പാറക്കുട്ടനാണെങ്കിൽ അദ്ദേഹം എണീറ്റ് വന്നിരിക്കുകയാണ്. ഇന്ന് സാറ്റർഡേ ആണ്. സാറ്റർഡേ സ്കൂളില്ലെങ്കിലും പക്ഷേ ഡാൻസ് ക്ലാസ് ഉണ്ട് കേട്ടോ. വെള്ളിയാഴ്ച വരെ ഈ പറഞ്ഞ പോലെ സ്കൂളും ശനിയും ഞായറും മിക്ക ദിവസങ്ങളിൽ ഡാൻസ് ക്ലാസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇഡ്ഡലിയുടെ ആ ഒരു സെറ്റ് വരുന്നതിനേക്കാൾ മുന്നായിട്ട് ഞാൻ ഇത്തിരി ചായ കുടിക്കാൻ വിചാരിച്ചു. അപ്പോഴാണ് അഞ്ച് കാശുക്കുട്ടനെ കുറച്ച് ചായ ഒഴിച്ച് വയ്ക്കാൻ പറഞ്ഞത്. ഇപ്പോൾ കാശുക്കുട്ടൻ എന്നല്ല, നമ്മൾ ആർക്കായാലും പിള്ളേർക്ക് എനിക്ക് വരുന്നേക്കാൾ മുന്നേ കുറച്ച് ചായ ചൂടാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒഴിച്ച് വെക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ പാൽ ചായ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ചായപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി അതിങ്ങനെ പകർത്തി ഒരു സ്റ്റീൽ മഗ്ഗിൽ എന്താ പറയുക, സ്റ്റീൽ പാത്രത്തിലേക്ക് ഇങ്ങനെ നല്ല ഈ ഒരു ഷേപ്പുള്ള സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കും. പെട്ടെന്ന് ചൂടാറില്ല, അതൊന്ന് ആറ്റിയും വെക്കും കേട്ടോ. എന്നിട്ട് ഒരു ഗ്ലാസ് എടുത്ത് അങ്ങോട്ട് കുടിക്കുക. രാവിലത്തെ എന്താ പറയുക വലിയൊരു വിശപ്പ് ഈ ഒരു ചായ കഴിക്കുമ്പോൾ അങ്ങോട്ട് ഇല്ലാണ്ടോ. എനിക്കൊക്കെ അങ്ങനെയാട്ടോ. എനിക്ക് ഭയങ്കര ഒരു പകുതി വിശപ്പ് എൻ്റെ മാറി കിട്ടും. പിന്നെ എന്ത് ചെയ്യാനായിട്ട് ഭയങ്കര എനർജി വരും. ഇത് ഞാൻ പിള്ളേർക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെക്കുന്നതാണ്. ഇന്ന് നമ്മൾ അടുപ്പത്ത് ചോറ് വെക്കുന്നില്ല. നമ്മൾ ചോറ് അരിയിട്ടിട്ട് തിളപ്പിച്ചിട്ട് ചാക്സണിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അടുപ്പത്ത് നമുക്ക് ചൂടുവെള്ളം കിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ ചോറ് വെക്കുന്നതിന് മുകളിലായിട്ട് വേറെ പല കലങ്ങളൊക്കെ വെച്ച് അതിൽ വെള്ളം വെച്ചിട്ടാണ് ഉണ്ണികൾ കുളിക്കാനുള്ള വെള്ളം ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കാര്യം മനസ്സിലായാലോ, അത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ ഇഡ്ഡലിയുടെ ഫസ്റ്റത്തെ സെറ്റ് റെഡി ആയിട്ടുണ്ട്. മോളിൻ്റെ അച്ഛനും മക്കളൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. എവിടെയാ അതായിട്ട് ഇട്ടുനെ വെച്ച് കിടന്നിട്ടല്ല അലർജി തോന്നി. ഹായ് ജില്ലി മോളെ, ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ് പറ. മിമില്ലേടി. ഞാൻ പറഞ്ഞില്ല, അതെ പാപ്പ കൊണ്ടുപോയി. താഴത്ത് എത്തിയിട്ടുണ്ട്. അതേ സോഫയിൽ കയറി ഇരിക്കുന്നുണ്ടോ. കുറച്ച് നേരം ഇങ്ങനെ സോഫയിൽ കയറി ഇരുന്നിട്ട് ആ ഒരു മന്ദപ്പൊക്കെ മാറണ വരെ എങ്ങനെ ഇരിക്കും, എന്തൊക്കെയോ ആലോചിച്ച് ചിലപ്പോൾ ഞാൻ ടി വി വെച്ചെടുക്കും. അപ്പോൾ അതേ ആദ്യത്തെ സെറ്റ് നമ്മുടെ പാറക്കുട്ടനെ വേണ്ടിയിട്ട് ഇഡ്ഡലി അഞ്ചു എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവളെ കുളിപ്പിച്ച് കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഡാൻസ് ക്ലാസ്സിൽ പോണ യൂണിഫോം എന്ന് പറഞ്ഞു ഒരു പിങ്കും മജന്തയാണ് നിങ്ങൾ പിങ്കും ഗ്രീനും ആണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും മിക്ക വീഡിയോസിൽ. അപ്പോൾ നിഖിൽ ചേട്ടൻ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇതേപോലെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് ചായ എടുക്കും, കുടിക്കും. ഞാൻ അടുത്ത തട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഈ ഇഡ്ഡലിയൊക്കെ പകർത്താട്ടോ. അപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം മുകളിലേക്ക് തെളിച്ചപ്പോൾ ഈസി ആയിട്ട് കിട്ടി. എന്നിട്ട് അതെല്ലാം മാറ്റി ബാക്കിയുള്ള അത് പറ്റി പിടിച്ചിരുന്ന സംഭവങ്ങളൊക്കെ മാറ്റിയിട്ട് വീണ്ടും ഞാൻ അതേ മാവ് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞി ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. വലിയ പൊന്തമാട പോലത്തെ അല്ല, ചെറുത്. അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. നിഖിൽ ചേട്ടനൊക്കെ പ്രത്യേകിച്ച് പറയുന്നത് എന്താ പൊന്തമാടയാണോ, ഉള്ളിലൊന്നും വെന്തിട്ടില്ലല്ലോ എന്നൊക്കെ പറയും. നിഖിൽ ചേട്ടൻ പക്ക എന്ത് കുറവുണ്ടോ അതൊക്കെ കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറയും കേട്ടോ. നല്ലതാണെങ്കിൽ അടിപൊളിയായിട്ട് സൂപ്പറായിട്ടെന്ന് പറയും. അല്ല എന്തെങ്കിലും കുറവുണ്ടെങ്കിലും അങ്ങനെയും പറയും കേട്ടോ. അപ്പോൾ അമ്മ കാലത്ത് അമ്പലത്തിൽ പോയപ്പോൾ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ സാമ്പാർ അടിപൊളിയായിരുന്നു കേട്ടോ. അമ്മയുടെ സാമ്പാർ അല്ലെങ്കിലും സൂപ്പറാണ്, ചുമ്മാ പൊക്കി പറയുന്നതല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീട്ടിലൊന്നും ഇതേപോലെ കുറേ കഷ്ണങ്ങൾ ഇട്ടിട്ടൊന്നും വെക്കില്ല, നോർമൽ സാമ്പാർ. പക്ഷേ ഇവിടെ വന്നപ്പോൾ തൊട്ടാണ് അടിപൊളി സദ്യക്കൊക്കെ വെക്കുന്ന പോലത്തെ സാമ്പാറൊക്കെ ഞാൻ ടേസ്റ്റ് ചെയ്ത് തുടങ്ങിയത്. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ വീട്ടിൽ നിന്ന് വിളിക്കുന്നത് തോന്നുന്നുണ്ട്. അതിനുശേഷം ഇതേ നമ്മൾ അരി ഇടാണ്, ഒരു 2.5 നാഴി ഇടാണ്. കാരണം നമ്മൾ ചാക്സണിൽ വെക്കുന്ന കലത്തിൽ അധികം 3 നാഴൊന്നും ഇടാൻ പറ്റില്ല. ഒരു 2.5 ഇടാൻ പറ്റില്ല, 2.25 ആ ഒരു കണക്കിന് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം അധികം മീൻസ് അരി വെന്ത് ഇതാവാനുള്ളൊരു സൗകര്യം അതിൻ്റെ ഉള്ളില്ല. അതാണ് കൈസ്. അങ്ങനെ അരിയൊക്കെ അതേ അടുപ്പത്തിട്ടിട്ടുണ്ട്. ഞങ്ങൾ ചായ കുടിക്കട്ടെ കേട്ടോ. പിള്ളേർക്ക് ചായ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അവർ വെളിച്ചെണ്ണ തേപ്പിച്ചിട്ടില്ല, കുറച്ചുകൂടി കഴിയട്ടെ. കാരണം ഞങ്ങൾക്ക് പെട്ടെന്നൊരു വിശപ്പ് വന്നു. ഇഡ്ഡലിയും സാമ്പാർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് സാമ്പാർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും പിന്നെ അതേപോലെ തന്നെ ഇന്നത്തെ ഇഡ്ഡലിയും സൂപ്പറായിരുന്നു. നല്ല മൃദുവായിട്ടുള്ള ഇഡ്ഡലി ആയതുകൊണ്ട് ഞാനൊരു 3-4 എണ്ണം കയറ്റിട്ടോ. അല്ലെങ്കിൽ ഇഡ്ഡലി കഴിക്കാത്ത ആളാണ്, പക്ഷെ നല്ല അടിപൊളി കറിയും നല്ല അടിപൊളി ഇഡ്ഡലി ആയതുകൊണ്ട് സൂപ്പറായിട്ട് കഴിച്ചു. ഞങ്ങൾ പ്രേതപടം കണ്ടിട്ട് ആട്ടെ തിന്നണം. മിക്കപ്പോഴും ഇത് തന്നെയാണ്, പ്രേതപടം ആണ് മിക്കപ്പോഴും വയ്ക്കുക, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. ഞാനും അഞ്ചും അമ്മ അതിൻ്റെ ഫാൻസാണ്. അപ്പോൾ അത് ഓരോരുത്തരായിട്ട് അഞ്ചു വെളിച്ചെണ്ണ പറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ കുളിപ്പിക്കാൻ വെക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് പിള്ളേർക്ക് കുടിക്കാനുള്ള പാൽ തിളപ്പിക്കുകയാണ് കേട്ടോ. പനങ്കൽക്കണ്ട് ഇട്ടിട്ടാണ് നമ്മൾ പാൽ തിളപ്പിക്കുക. അത് ഇല്ലെങ്കിൽ പഞ്ചസാര ഇടുന്നതായിരിക്കും കൈസ്. കുറച്ച് പാത്രങ്ങളുണ്ട്, അത് കഴുകണം. പിന്നെ മിക്കപ്പോഴും നമ്മുടെ ഇത് ചോദിക്കുന്നതാണ് പിള്ളേർക്ക് ഇപ്പോഴും ഏത് പാമ്പേഴ്സാണ് യൂസ് ചെയ്യുന്നതെന്ന്. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ പിള്ളേർക്ക് യൂസ് ചെയ്യുന്നത് നമ്മൾ ലവ് ലാപ്പിൻ്റെ സുപ്രീം ഡയപ്പർ പാൻസ്. ഇത് ഒട്ടും ലീക്കേജ് ഉണ്ടാവില്ല കേട്ടോ. കാരണം 5 layers അബ്സർപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഡ്രൈ ആയിട്ട്
എപ്പോഴും വെക്കുന്നുണ്ട്. ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും നല്ല സോഫ്റ്റ് ആണ്, സ്കിൻ ഫ്രണ്ട്ലി ആണ്. അതുകൊണ്ട് തന്നെ ഇതുവരെയായിട്ട് റാഷസ് ഒന്നും ഉണ്ടായിട്ടില്ല. വെറ്റ്നസ് ഇൻഡിക്കേറ്റർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് യെല്ലോ കളറിൽ നിന്ന് ബ്ലൂ കളറായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അതിൽ ഡയപ്പർ ഫുള്ളാന്ന് മനസ്സിലാക്കാം. ലൗല സുപ്രീം ഡയപ്പർ പാൻസ് എത്രത്തോളം ലീക്കേജ് ഉണ്ടാവില്ല, ഡ്രൈ ആയിട്ട് വെക്കുന്നു നോക്ക് നമുക്ക് വീട്ടിൽ തന്നെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഒരു യെല്ലോ കളറിലാണ് വെറ്റ്നസ് ഇൻഡിക്കേറ്റർ. ഇത് ബ്ലൂ ആയി മാറുമ്പോഴാണ് ഡയപ്പർ ഫുൾ ആവുക. അപ്പൊ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൽ 5 layers ഓഫ് അബ്സോർപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ലോങ് ലാസ്റ്റിംഗ് ഡ്രൈനെസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യണത്. ലീക്കേജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒട്ടും പിള്ളേർക്ക് ഇറിറ്റേഷൻ വരില്ല കേട്ടോ. അല്ലെങ്കിൽ ഉറക്കത്തിൽ നിന്നൊക്കെ നനവ് വന്നിട്ടുണ്ടെങ്കിൽ പിള്ളേർ ഉറക്കമൊക്കെ പോകും. അതേപോലെ തന്നെ ഇത് നല്ല ബ്രീത്തബിൾ ഡയപ്പർ പാൻസും കൂടിയാണ്. 10 million ബ്രീത്തബിൾ പോഴ്സ് ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. 12 hours ലോങ് ലാസ്റ്റിംഗ് ഡ്രൈനെസ് ആയിട്ട് തരുന്നത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡിസ്പോസിബിൾ ചെയ്യാം. ബിക്കോസ് ഇറ്റ് കംസ് അലോങ് വിത്ത് എ ടാപ്പ്. അതുകൊണ്ട് തന്നെ ഈ ലൗല സുപ്രീം ഡയപ്പർ പാൻസിന്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. നല്ലതാണ്, യൂസ് ചെയ്ത് നോക്കിക്കോ. അങ്ങനെ അവരുടെ സുന്ദര കുട്ടപ്പന്മാരാക്കി ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. മിക്ക ദിവസങ്ങളിൽ ഞാനായിരിക്കും കുളിപ്പിക്കുക. 5 മേക്കപ്പ് പിന്നെ കോസ്റ്റ്യൂം ഡിസൈനൊക്കെ 5 ആയിരിക്കും. അതല്ലെങ്കിൽ 5 കുളിപ്പിച്ചിട്ട് ഞാനായിരിക്കും കോസ്റ്റ്യൂം ഡിസൈൻ. എന്നെക്കാൾ നന്നായിട്ട് 5 കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുന്നതുകൊണ്ട് മിക്ക ദിവസങ്ങളിൽ എനിക്ക് പിന്നെ പിള്ളേരെ കുളിപ്പിക്കാനാണ് എനിക്കിഷ്ടം. എന്താണെന്നറിയില്ല, എനിക്ക് ഇവരെ ഡ്രസ്സ് ഇടിപ്പിക്കാനും ക്രീമൊക്കെ തേപ്പിക്കാനായിട്ട് എനിക്ക് അധികം താല്പര്യമില്ല. എനിക്ക് ഇവരെ കുളിപ്പിച്ചിടാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നോട് 5 ചോദിക്കും. എല്ലാവർക്കും ആ ഒരു കാര്യത്തിലായിരിക്കും മടി, ഡ്രസ്സൊക്കെ ഇടിക്കാൻ എല്ലാവർക്കും എളുപ്പമായിരിക്കുന്നു. അപ്പോൾ ഗൈസ്, ഇത് നമ്മുടെ സീതമ്മയുടെ ന്യൂ സാരിയാണ്. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചായിട്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം അമ്മ ഇത് ഇപ്പോഴാണ് എടുത്തത്. നല്ല ഡ്രസ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കാലത്ത് അമ്പലത്തിൽ പോയി എന്ന്. അപ്പോൾ ഞാൻ എടുത്തുവെച്ചൊരു ഷോർട്ടാട്ടോ അത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സാരി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കട്ടെ. അടിപൊളിയാണ്. നല്ല ഡ്രസ്സിൻ്റെ എടുത്തിട്ട് കേട്ടോ. അപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസമായിട്ട് ഇത് തന്നെയാണ് പരിപാടി. ഭാഗ്യത്തിന് വെള്ളമൊന്നും അങ്ങനെ കെട്ടി നിൽക്കണില്ല. ഇത് അമ്മയുടെ പുതിയ മാക്സിയാണ് ഗൈസ്. എങ്ങനെയുണ്ട്? അമേരിക്കയിൽ ഇതേപോലെ കുറേ മാക്സി കളക്ഷൻസും സാരി കളക്ഷൻസും ഒക്കെ ഉണ്ട്. അതിലമ്മ നമ്പർ 1 ആണ്. അത് അടിപൊളിയായിട്ട് നമുക്ക് കൊണ്ടുനടക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതേ പിള്ളേർക്കൊക്കെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാണ്ട് നോക്കി നിൽക്കുകയാണ്. വെയിൽക്കാലം കഴിഞ്ഞപ്പോൾ തൊട്ട് എന്താ പറയുക, പിള്ളേർ ഭയങ്കരമായിട്ട് മുരടിച്ചു വീട്ടിലിരുന്നിരുന്ന്. കാരണം അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. പക്ഷെ അതായത് വേനൽക്കാലത്ത് ഫുള്ള് പുറത്ത് തന്നെയായിരുന്നു കേട്ടോ. ഞാനൊരു 10 പ്രാവശ്യമൊക്കെ അവരെ കുളിപ്പിക്കും. കാരണം മണ്ണി കിടന്ന് വിളഞ്ഞിട്ടും ഉഷ്ണിച്ചിട്ടൊക്കെ. പാറ അപ്പോഴേക്കും ഡാൻസ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാറുകൊണ്ട് ഭയങ്കര ആഗ്രഹം മഴയത്ത് നടക്കണമെന്ന്. അപ്പോൾ ചേട്ടൻ ഉണ്ടായിരുന്നില്ല വീട്ടിൽ. അച്ചാച്ചനാണെങ്കിൽ ഇതിനൊക്കെ എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടാണ്. ഗൈസ്, നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ പാർക്കുട്ടിയുടെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, അവൾക്ക് മഴയത്ത് നടന്ന് ഭയങ്കര ആഗ്രഹം. പക്ഷെ ഇതുവരെയായിട്ടും മഴയത്ത് വിട്ടിട്ടില്ല. അപ്പൊ അച്ഛൻ ഇതിനൊക്കെ എന്താ പറയാ, എന്താണേലും ആയിക്കോ, നീ കേട്ടിരുന്നോ മറിഞ്ഞു, അങ്ങനത്തെ ഒരാളാണ്. അപ്പൊ അവളെ ആഗ്രഹം തീർക്കാൻ വേണ്ടിട്ട് അവളെ മഴയത്തൊന്ന് പറഞ്ഞു വിട്ടിട്ട് ഞങ്ങൾ തിരിച്ചു ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് വരാൻ പറയുമ്പോ അങ്ങനെയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ എന്തായാലും പിള്ളേർക്ക് പാലെടുക്കണം. കുളിച്ചു കുട്ടപ്പന്മാരായിട്ട് നിർത്തിയിട്ടുണ്ട്. പാലെടുക്കട്ടെ. ചോറ് ഇന്ന് കറി സാമ്പാറാട്ടോ. പിന്നെ എന്തെങ്കിലും വല്ല ചമ്മന്തി എങ്ങാനും പൊടിക്കാം, അല്ലെങ്കിൽ മുട്ട വറുക്കാം. അങ്ങനെയൊക്കെ ഉള്ളൊരു പ്ലാനിലാണ്. അപ്പം എന്താ വേറെ ഒന്നുമില്ല, പാല് കൊടുക്കട്ടെ ഗൈസ്. അവരെ ബോട്ടിലുകൾ എന്നും നല്ല വൃത്തിയായിട്ട് കഴുകും. അതായത് എടുത്ത് പറയാൻ കാരണം ഇങ്ങനെ ബ്രഷ് ഇട്ട് കഴുകിയിട്ട് പിന്നെ കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് കുലുക്കി കഴുകുന്നുണ്ട്. കാരണം പെട്ടെന്ന് പാലും ബോട്ടിലിൽ നിന്നാണ് ഇൻഫെക്ഷൻസ് വരാം. നിനക്ക് പാല് ചേട്ടൻ കൊടുക്ക് കാശിക്ക് കൊടുക്ക ചേട്ടാ. അങ്ങനെ അവർ ഇന്ന് പാൽ കുടിക്കട്ടെ. ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നോക്കിയപ്പോഴേ ഇവർ കഴിഞ്ഞ ദിവസം പെരുമ്പാവൂർ പോയപ്പോൾ ഞാൻ പോയിരുന്നില്ല. ഇവർ പോയപ്പോൾ വാങ്ങിച്ച 2 മാങ്ങ ഉണ്ടായിരുന്നു, ഉപ്പിലിട്ട മാങ്ങ. അത് ഭയങ്കര എരിവുകൊണ്ട് ഇവർ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. 5 കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് നേരെ കൊണ്ട് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വെച്ചിട്ട് നാളികേര ചമ്മന്തി പൊടിക്കും, അതായത് മാങ്ങ ചമ്മന്തി പൊടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നാളികേരാട്ടെ ചെരുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ 2 ചെക്കന്മാർ ഇങ്ങനെ വന്നിരിക്കും ഇത് തിന്നാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പറയും, ഞാനല്ല അമ്മയൊക്കെ പറയും മഴയത്തായിരിക്കും ഇനി കല്യാണം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. എന്നോട് പണ്ട് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് നാളികേരൊക്കെ തിന്നിട്ടുണ്ടെങ്കിൽ മഴ പെയ്യോടി നിൻ്റെ കല്യാണത്തിനൊക്കെ. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉള്ളിയും കുറച്ച് പച്ചമുളകും അതേപോലെ തന്നെ ആ മാങ്ങ ഉപ്പിലിട്ട മാങ്ങയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ എൻ്റെ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നത്. എല്ലാവരും ഇടൂല ചമ്മന്തിയിൽ, പക്ഷേ എനിക്കിഷ്ടമാണ്. എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് ആ വെളുത്തുള്ളിയിലും ഇഞ്ചിയുടെയും ഫ്ലേവർ. വെളുത്തുള്ളി കടിക്കാൻ എനിക്കിഷ്ടമല്ല. കുത്തിക്കാച്ചിലൊക്കെ ആ വെളുത്തുള്ളിയുടെ കടി വരില്ല, അതൊന്നും എനിക്കിഷ്ടമല്ല. ചതച്ചിടണം. അങ്ങനെ ഞാൻ ഈ ഒരു ബ്ലെൻഡറിൽ ഇട്ടിട്ട് അങ്ങോട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പക്ഷേ അത് ഫ്ലോപ്പായി പോയി. നമ്മുടെ മിക്സിയിലെ ജാറിലിട്ടിട്ട്
അടിക്കുന്നതാണ് നല്ലത്. കാരണം അതപ്പോൾ തന്നെ ഊരെടുത്തു, കാരണം ഭയങ്കരമായിട്ട് അരഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെ പാറൂസിൻ്റെ ഭാഗം എന്തൊക്കെയോ ഇവിടെ ഗോഷ്ടികളൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് നമ്മുടെ കഴിഞ്ഞ ദിവസം കേക്ക് വാങ്ങിച്ചതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു, കുറച്ചുണ്ടായിരുന്നു. അത് ഇവർക്ക് എടുത്തു കൊടുത്തപ്പോൾ ചേട്ടനും അനിയനും പരസ്പരം വായിലൊക്കെ വെച്ചു കൊടുത്ത് ഉള്ളൊരു സ്നേഹസമ്പന്നമായ നിമിഷമാണ് കാണുന്നത്. അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡി ഗൈസ്, അടിപൊളിയായിരുന്നു. അതായത് ഉപ്പിലിട്ട മാങ്ങ ആയതുകൊണ്ടും നല്ല കാന്താരിമുളക് ഇട്ട മാങ്ങയായിരുന്നു, നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ അധികം ഇരിട്ടുണ്ടായിരുന്നില്ല, അടിപൊളിയായിരുന്നു. അങ്ങനെ പിള്ളേർക്ക് ഇതേ ചോറ് കൊടുക്കട്ടെ, പപ്പടവും ചമ്മന്തിയും പിന്നെ ഇന്ന് ചെമ്മീൻ കറിയുടെ ബാക്കിയുണ്ട്, സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നേരെ ഫുഡ് കൊടുക്കട്ടെ. ഇനി ഇതിന് വേണം ഒരു 1.5 മണിക്കൂർ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ദേ ഉറക്കാൻ കൊണ്ടിട്ടുണ്ട്. പുറത്ത് നല്ല മഴയാണ്, അല്ലുക്കുട്ടനാണ് ഉറങ്ങണത്. ഈ സമയം കൊണ്ട് അമ്മ പോയിട്ട്, അമ്മായിക്ക് സുഖമില്ല. അപ്പോൾ അമ്മ എന്തായാലും ഇപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഉച്ചയുമ്പോൾ പോവും. അതിന് ശേഷം പിള്ളേരൊക്കെ ഉറങ്ങിയതിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ അമ്മ പോയിട്ടുണ്ടെങ്കിലും എനിക്കും ഈ അഞ്ജുനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസ്റ്റ് മീൻസ് വേറെ ഒന്നുമില്ല. ഇവർ ഉറക്കണ സമയത്താണ് പ്രശ്നം. അതായത് ഇവർ രണ്ടുപേരും ഉറക്കാൻ കിടത്തിയിട്ടുണ്ടെങ്കിൽ ഒരാളെ എണീറ്റിട്ടുണ്ടെങ്കിൽ അയാളെടുത്ത് പോകും, മറ്റാളെ എണീറ്റാൽ മറ്റാളെടുത്ത് പോകണം. മനസ്സിലായോ? രണ്ടുപേരെടുത്തും നമുക്ക് കെടുക്കാൻ പറ്റുന്നില്ലല്ലോ. പിന്നെ അപ്പുറത്ത് ഇട്ട് കെടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ എനിക്കുമ്പോൾ തന്നെ മറ്റാളെ എനിക്കും. അപ്പോൾ ഭയങ്കര വാശിയായിരിക്കും, എനിക്ക് അമ്മേനെ വേണമെന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഇടയിൽ അല്ലൂസ് എണീറ്റിട്ടുണ്ട്. അപ്പോൾ അല്ലൂസ് ഞാൻ എടുത്തു. ഇവന് ഇപ്പം തന്നെ കൊണ്ട് കെടുത്തി അപ്പോൾ തന്നെ അയിനു എണീക്കും. അപ്പോൾ അയിനുവിൻ്റെ അടുത്ത് പോകണം. പിന്നെ ലാസ്റ്റ് എനിക്ക് വട്ടാവട്ടത് കണ്ട അയിനു എണീറ്റിട്ട് അഞ്ചു എടുത്ത് സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണൊരു പ്രശ്നം. അപ്പം അമ്മയോ നിഖിൽച്ചേട്ടനോ ഇല്ലെങ്കിൽ ഇവർ ഉറങ്ങണ സമയത്താണ് ഒരു പ്രശ്നം. അതർവൈസ് നമുക്കൊരു പ്രോബ്ലം ഇല്ല, ഇവർ കിടന്ന് കളിച്ചോളും, അല്ലെങ്കിൽ ഇവർ തല്ലൂടെ പിടിക്കുക, നമ്മൾ ചീത്തരൊക്കെ ആയിട്ട് അങ്ങനെ പൊക്കോളും. ഇപ്പം ഞാൻ വൈകുന്നേരം ആയപ്പോൾ ഇന്ന് ശനിയാഴ്ച വൈകിട്ടാന്ന് പറഞ്ഞല്ലോ, ഞാൻ വീട്ടിൽ പോകാനുള്ള പരിപാടികളാണ്. പോണ വഴിക്ക് പൊണ്ണമ്മനൊന്ന് കാണണം, ഞാൻ പറഞ്ഞില്ല അമ്മേനൊന്ന് കാണണം. അപ്പോൾ ആറൂസ് ആണെങ്കിൽ നമ്മുടെ വലിയേട്ടൻ്റെ വീട്ടിൽ കളിക്കാൻ പോയതായിരുന്നു കേട്ടോ. അങ്ങനെ അവളെ അടുത്തത് അമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ കൈസ് പിള്ളേരെ ഉറക്കമൊന്നും ശരിയായിട്ടില്ല. ഞാനിപ്പോൾ വെറുതെ പോയതാണ്. നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അമ്മ ഉണ്ടാവും വീട്ടിലല്ലോ. അപ്പം ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം അമ്മാമ്മയാണെങ്കിലേ അമ്മ ചിക്കൻ വാങ്ങിച്ചു കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് ജോലി ഉണ്ടറിയാലോ ഗൈസ്. അപ്പം അതിന് വേണ്ടിയിട്ട് അമ്മമ്മ വെളുത്തുള്ളിയും ഇഞ്ചൊക്കെ തോലുകളയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അത് നന്നാക്കിയിട്ട് കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് വറക്കാമെന്ന് വിചാരിച്ചു. കാരണം അമ്മ പാവം ജോലി കഴിഞ്ഞ് പിന്നെ വന്നിട്ട് വേണം ഇതൊക്കെ റെഡിയാക്കാനായിട്ട്. അപ്പം മിക്ക ദിവസങ്ങളിലും ഞാൻ ഓക്കെ ആണെങ്കിൽ പിള്ളേർ വാശിയൊന്നും പിടിക്കുന്നില്ലെങ്കിൽ ഞാൻ അമ്മ പറഞ്ഞേക്കാൾ മുന്നേ ഇതൊക്കെ ഞാൻ തീർത്ത് വെക്കിട്ട്. ബിക്കോസ് എനിക്ക് ഇഷ്ടമാണോ നമ്മൾ കുക്ക് ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് നോൺ വെജ്. അപ്പോൾ അമ്മാമ്മയോട് അവൾ തോലളയാനൊക്കെ തരാൻ പറഞ്ഞിട്ട് അമ്മമ്മൊക്കെ തന്നു. ഞാനപ്പോൾ അത് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുക്കറിൽ കുറച്ച് പരിപ്പിട്ടുണ്ട്, പരിപ്പും തക്കാളിയും വെക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ചായ കുടിക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്കും ഈ പറഞ്ഞ പോലെ അതൊരു ആശ്വാസമായിരിക്കും. അല്ലെങ്കിൽ അമ്മ വന്നതിന് ശേഷം കിടന്ന് ചക്രശ്വാസം വലിക്കേണ്ടി വരും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പിള്ളേരെ ആരെങ്കിലും നോക്കി തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഹാപ്പി ആയിരിക്കും. വീട്ടിലെല്ലാ പണി വേണമെങ്കിലും ഞാൻ ചെയ്യും. എനിക്കെങ്ങനെയാണ്, കാരണം എനിക്ക് അതെങ്ങനെയാണ്, ഇവരെ പിള്ളേരെ നോക്കാനാണ് നമുക്ക് പാടുന്നൊരു സംഭവം. അപ്പം പിള്ളേർക്ക് കുറച്ച് മിച്ചറൊക്കെ 2 പാത്രത്തിലാക്കി അമ്മാമ്മ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അമ്മാമ്മ എനിക്ക് ടിന്ന് കൊണ്ട് തന്നു. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വറവുകളൊക്കെ ആയിരിക്കും കേട്ടോ. കൊള്ളിപ്പേര് ഉണ്ടായിരിക്കും, മഞ്ഞ മിച്ചർ ഉണ്ടായിരിക്കും, സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളും നിഖിൽച്ചാൻ ഇഷ്ടപ്പെട്ട സാധനങ്ങളും ഇവർ സ്റ്റോക്ക് ചെയ്യും. ശേഷം അമ്മ വന്നിട്ടുണ്ട്. ഇനി ഈ ബാഗിൻ്റെ ഉള്ളിൽ ഇവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളായിരിക്കും. ഒന്നില്ലെങ്കിൽ ഒരു ലേസിൻ്റെ പാക്കറ്റ് ഉണ്ടായിരിക്കും, ഒന്നില്ലെങ്കിൽ ലേസിൻ്റെ പാക്കറ്റ് ഉണ്ടായിരിക്കും, പിന്നെ അച്ചപ്പ് ഉണ്ടായിരിക്കും, കോലുമിട്ട് ഉണ്ടായിരിക്കും, നൂഡിൽസ് ഒക്കെ ഉണ്ടായിരിക്കും. അമ്മമ്മമാർ അങ്ങനെയാണല്ലോ ഗൈസ്, അവർക്ക് ഇഷ്ടപ്പെട്ട എന്താണ്, ഇത് എന്തോ കഷായ എന്തോട്ടുണ്ടാവോ അതാണ്. ഇവരൊക്കെ ആണെങ്കിൽ അറിയാം അമ്മമ്മ വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരുന്ന അറിയാം. അതുകൊണ്ട് അമ്മ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. പണ്ട് ഞാനും ഇങ്ങനെയായിരുന്നു, എൻ്റെ അമ്മ വരുമ്പോൾ ഞാൻ ആദ്യം ബാഗ് തപ്പും. കാരണം എനിക്കറിയാം എന്തെങ്കിലും ഉണ്ടാവും, എന്തെങ്കിലും ഒന്നില്ലെങ്കിൽ അമ്മയ്ക്ക് ആരെങ്കിലും തിന്നാൻ കൊടുത്തായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ അവർക്ക് ചോറൊക്കെ കൊടുത്തു. ഞാൻ ചിക്കനുള്ളൊക്കെ വറുത്തു. അപ്പം ഞാൻ ഫുഡ് കഴിക്കാതിരിക്കുകയാണ്. പരിപ്പും ചിക്കൻ ഫ്രൈയും പിന്നെ നെല്ലിപ്പുളി അച്ചാറും കൂടിയിട്ട് ഞാൻ ഫുഡ് കഴിക്കാതിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പം അങ്ങനെ ഞാൻ വയറ് നിറച്ച് ഫുഡ് കഴിച്ചു. നല്ലൊരു ഡേ ആയിരുന്നു. എന്താ പറയുക, അങ്ങനെ നല്ലൊരു ഡേയും കൂടി കഴിഞ്ഞു പോയി. പിള്ളേർ നോക്കുന്നുണ്ട്, അമ്മയും കൂടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ചെറിയൊരു വ്ളോഗാണ്. ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു, പക്ഷെ എല്ലാതും ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല, കാരണം പിള്ളേരെ കാര്യം അറിയാലോ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വീണ്ടും കാണാം. അപ്പം നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.